എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കുറേ നാളിന് ശേഷം വീണ്ടും വന്നിരിക്കുകയാണ്. വേറെ ഒന്നും കൊണ്ടല്ല ഇത്രയും ലോങ് ഡിസ്റ്റൻസ് ആയിപ്പോയത്. കുറച്ച് പേഴ്സണൽ തിരക്കുകൾ കാരണം, എൻ്റെ ഡാൻസിന് കുറച്ച് കാര്യങ്ങളൊക്കെ കാരണം എനിക്ക് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. എല്ലാവരും എന്നോട് ക്ഷമിക്കുക. പിന്നെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്നും ഞാൻ വിശ്വസിക്കുന്നു. ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. പിന്നെ നമ്മുടെ നാട്ടിലൊക്കെ നല്ല മഴയും പലതരം അസുഖങ്ങളൊക്കെ ഉള്ളതാണ്. എല്ലാവരും സേഫായിട്ടിരിക്കുക. പിന്നെ ഞാൻ ഈ വീഡിയോ ഇടാനുള്ള കാരണം, ഞാൻ ഈ ഇടയ്ക്ക് ഒരു ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു തായ്ലൻഡിലോട്ട്. അവിടുത്തെ കുറച്ച് കാര്യങ്ങളും വിശേഷങ്ങളും ഒക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം നമുക്ക് അതാദ്യം കണ്ടിട്ട് വരാം. നമ്മുടെ ബാംഗ്ലൂരിലെ എയർപോർട്ടിൻ്റെ അധികം വലിയ വീഡിയോസായിട്ട് ഞാൻ എടുത്തിട്ടില്ല. കാരണം ഞാൻ രാത്രിയിലായിരുന്നു, നമ്മൾ തിരക്കായിരുന്നു. അപ്പം വീഡിയോ എടുക്കാനുള്ള ഒരു സാഹചര്യം അന്നേരം പറ്റിയില്ല. അതുകൊണ്ട് എനിക്ക് പറ്റുന്ന രീതി ചെറുതായിട്ട് ഞാനിങ്ങനെ എടുത്തതാണ്. അവിടെ വെയിറ്റ് ചെയ്യുമായിരുന്നു നമ്മളപ്പം ഫ്ലൈറ്റിൽ കയറാൻ വേണ്ടിയിട്ട്. അപ്പം ഞാനിങ്ങനെ എടുത്തതാണ് ജസ്റ്റ് കുറച്ച്. അതാണ് കുറച്ച് ഭാഗങ്ങളായിട്ട് ഉള്ളത്. എൻ്റെ വോയിസ് കുറച്ച് പോയിരിക്കുവാണ്, പനിയൊക്കെ പിടിച്ച് കുറച്ചടഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ടാണ് വോയിസ് കുറച്ചടഞ്ഞതുപോലെ ഫീൽ ചെയ്യുന്നത് കേട്ടോ. പിന്നെ ഞങ്ങൾ ബാംഗ്ലൂർ നിന്ന് രാത്രിയിലാണ് വിട്ടത്. രാവിലെ ഒരു 6 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് നമ്മൾ ബാങ്കോക്കിലെത്തി. അവിടെ ചെക്കിങ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ വെളിയിലിറങ്ങി. അപ്പോൾ അവിടെ ടാക്സി ഡ്രൈവർ ഉണ്ടായിരുന്നു. നമുക്ക് പട്ടായ ആയിരുന്നു. 2 days നമ്മൾ പട്ടായ ആയിരുന്നു. അത് കഴിഞ്ഞു തിരിച്ച് ബാങ്കോക്കിൽ വന്നു. പിന്നെ അത് കഴിഞ്ഞ് ഫുക്കട്ടായിരുന്നു. അപ്പം ബാങ്കോക്കിൽ നിന്ന് പട്ടായയിലേക്ക് കൊണ്ടുപോകാൻ നമുക്ക് ഡ്രൈവർ ഉണ്ടായിരുന്നു. അയാളെ വെയിറ്റ് ചെയ്ത് ഞങ്ങൾ നിൽക്കുക. അയാൾ വന്ന് ഞങ്ങൾ കണ്ട ലഗേജ് എല്ലാം വണ്ടിയിലേക്ക് വെക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പോകുന്നു. നേരെ നമ്മുടെ പട്ടായയിലേട്ടാണ് വന്നത്. 2 hours എന്തോ ഉണ്ട് ഇവിടെ നിന്ന് പട്ടായയിലോട്ട്. ഇവിടുത്തെ ആൾക്കാരുണ്ടല്ലോ, ഭയങ്കര സൈലൻ്റാണ്, ഭയങ്കര കാമാണ്. എല്ലാം ചെയ്യുന്ന ഭയങ്കര സ്ലോയി, എല്ലാം ഒരു ക്ഷമയോടെ. നമ്മുടെ നാട്ടിൽ പോലെ കുറച്ച് ബാക്കി വണ്ടി കിടന്നാൽ അങ്ങനെ ഹോൺ അടിച്ച് അങ്ങനൊന്നുമില്ല. ഇവിടുത്തെ ആ റോഡും ആ സ്ഥലവും കാണാൻ നല്ല ഭംഗിയാണ്. ചില സ്ഥലമൊക്കെ എത്തുമ്പോൾ നമുക്ക് നമ്മുടെ കേരളം പോലൊക്കെ ഫീൽ ചെയ്യും. അതുപോലൊക്കെയുള്ള കുറച്ച് സ്ഥലങ്ങൾ ഒക്കെ ആയിട്ട് തോന്നും നമുക്ക്. അങ്ങനെ നമ്മൾ ഹോട്ടലെത്തി നമ്മൾ അതിരാവിലെ എത്തിയത് കാരണം നമുക്ക് 2 മണിക്കായിരുന്നു ചെക്കിൻ ഉള്ളത്. പിന്നെ 2 മണി വരെ വെളിയിലൊക്കെ ഇങ്ങനെ ചുമ്മാ നടക്കേണ്ടി വന്ന്. അപ്പോൾ ഞങ്ങൾ പോയി ഫുഡൊക്കെ കഴിച്ചു. പിന്നെ ഹോട്ടലിൻ്റെ അടുത്തുള്ള ചുമ്മാ കുറേ കടകളിലൊക്കെ ചുമ്മാ കയറി. പക്ഷെ അതിൻ്റെ ഒന്നും വീഡിയോ എടുക്കാൻ എനിക്ക് പറ്റിയില്ല, കാരണം ഓൾറെഡി ഭയങ്കര ടയേർഡായിരുന്നു. അങ്ങനെ നമ്മൾ ഫ്രഷായി. ഇത് നമ്മുടെ ഹോട്ടലിൻ്റെ ഫ്രണ്ട് ഭാഗമാണ്. അപ്പം ഞാൻ ജസ്റ്റ് അവിടെ നിന്നപ്പം ടാക്സിക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിന്നപ്പോൾ ഞാനിങ്ങനെ ജസ്റ്റ് എടുത്താണ്. അങ്ങനെ നമ്മുടെ ടാക്സി വന്നു. നമ്മളങ്ങനെ ഫസ്റ്റ് നമുക്കധികം സമയമില്ല, കാരണം 2 മണിയായി നമ്മൾ ചെക്ക് ഇൻ ചെയ്ത്. പിന്നെ ഫ്രഷായി കഴിഞ്ഞു. ഇറങ്ങിയപ്പോൾ തന്നെ ലേറ്റായി. അപ്പം നമുക്ക് ഒത്തിരി അടുത്തൊന്നും കയറാൻ പറ്റത്തില്ല. ആകെ 2 സ്ഥലത്തേ ഒന്ന് പോകാൻ പറ്റുള്ളൂ. കാരണം നമ്മളൊത്തിരി ലേറ്റായത് കാരണം അവിടെ എല്ലാം 5 മണി 6 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് എല്ലാ പാർക്ക് അങ്ങനെയുള്ള സ്ഥലങ്ങളെല്ലാം അടയ്ക്കും. ഫസ്റ്റ് നമ്മൾ പോയത് അണ്ടർ വാട്ടർ വേൾഡിലോട്ടാണ്. അപ്പോൾ അവിടെയും ടിക്കറ്റ് എടുക്കാൻ ഉള്ള ബുദ്ധിമുട്ടൊന്നും വന്നിട്ടില്ലായിരുന്നു. കാരണം അവിടെയും ടിക്കറ്റ് എടുക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്തത് നമ്മുടെ ടാക്സിക്കാരനാണ്. നമ്മൾ പോയയിടത്തെല്ലാം നമ്മളെ അയാൾ തന്നെയാണ് ഹെൽപ്പ് ചെയ്തത്. ഇവർക്ക് എനിക്ക് തോന്നുന്നു ഏജൻസി അങ്ങനെയൊക്കെ എന്തെങ്കിലും കാണും. അത് കാരണം നമുക്കൊന്നും അങ്ങനെയുള്ള ടിക്കറ്റിങ്ങിൻ്റെയും അങ്ങനെയുള്ള ബുദ്ധിമുട്ടൊന്നുമില്ലായിരുന്നു. എല്ലാം അയാൾ പറയും. പിന്നെ അയാൾ ജെന്യൂനായിരുന്നു. കറക്റ്റ് പറഞ്ഞ പൈസ തന്നെയായിരുന്നു അവിടെയും ഉള്ളത്. കാരണം ഗൂഗിളിൽ ഞങ്ങൾ നോക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു, ഇയാൾ പറഞ്ഞത് തന്നെ ആണോ എല്ലാവരും. അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ അറിയാമല്ലോ, നമുക്കറിയാമല്ലോ, കുറേ പേരുടെ വീഡിയോസൊക്കെ നോക്കിയപ്പം സെയിം ആ റേറ്റൊക്കെ തന്നെ ആയിരുന്നു.
പിന്നെ ഇതിനകത്തുള്ള എക്സ്പീരിയൻസ് ആണെങ്കിലും കുഴപ്പമില്ലായിരുന്നു, നല്ലതായിരുന്നു. നമ്മൾ കണ്ടിട്ടില്ലാത്ത പലതരം ഫിഷിനെയൊക്കെ കാണാൻ പറ്റി. അങ്ങനെയൊക്കെയുള്ള ഗുണമല്ലാതെ അങ്ങനെ ജസ്റ്റ് ഒന്ന് കണ്ടിറങ്ങാം. വലിയ സംഭവമാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെ വലിയ സംഭവമൊന്നുമല്ല. ഇതൊക്കെ ഇതുപോലെ തന്നെ നമ്മുടെ നാട്ടിലും ഉണ്ട്. പക്ഷേ എനിക്കങ്ങനെ വലിയതായിട്ടൊന്നും ഇഷ്ടപ്പെട്ടില്ല ഇത്. പിന്നെ നമ്മൾ മെയിനായിട്ട് പോകാനൊരു ഇവിടെ തിരുനാൾ ടൈഗർ പാർക്ക്, പക്ഷെ അവിടെ പോകാൻ പറ്റിയില്ല. കാരണം അപ്പോഴത്തേക്ക് ടൈമില്ലായിരുന്നു, അടച്ച്. നമ്മൾ ഞാൻ പറഞ്ഞില്ല ഓൾറെഡി നമ്മൾ ലേറ്റായിരുന്നു, അതുകൊണ്ട് അവിടെ പോകാൻ പറ്റിയില്ല. അവിടെ എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ടായിരുന്നു, പക്ഷെ അത് പറ്റിയില്ല. അടുത്ത് നമ്മൾ പോയത് ഫ്ലോട്ടിംഗ് മാർക്കറ്റിലോട്ടായിരുന്നു. അവിടെയും സെയിം ടിക്കറ്റെല്ലാം നമ്മുടെ ഡ്രൈവർ തന്നെയായിരുന്നു എടുത്തത്. ഇവിടെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ബോട്ടിംഗ് ആയിരുന്നു കേട്ടോ. ബോട്ടിങ്ങിലുള്ള ആ ഒരു യാത്രയും നല്ല ഒരു കുറേ കുഞ്ഞു കുഞ്ഞു കടകളും ഒക്കെ കാണാനൊരു വേറൊരു ഭംഗി നല്ലതായിരുന്നു. അവിടുത്തെ ഒരു മാർക്കറ്റൊക്കെ കാണാനും നല്ല അടിപൊളി വെറൈറ്റി ഡ്രസ്സും ഷോപ്പിങ്ങിനാണെങ്കിൽ നല്ല രീതിയിൽ നല്ല ബാർഗെയിൻ ചെയ്യണം. അത്യാവശ്യം നല്ല രീതിയിൽ ബാർഗെയിൻ ചെയ്താൽ കിട്ടുന്ന അത്രയും നല്ലോണം ഷോപ്പ് ചെയ്യാനും പറ്റും. പിന്നെ അവിടുത്തെ ഫുഡൊക്കെ നല്ലതായിരുന്നു. പക്ഷേ അവിടുത്തെ ഫുഡിലും നമ്മളെ ഇവിടുത്തെ പോലെ മസാലകളൊന്നും ഇടത്തില്ല അവർ. ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വേവിച്ചിങ്ങി തരിക, അങ്ങനെയൊക്കെയുള്ള ആയിരുന്നു. നമുക്കൊന്നും അത്രയും ഇഷ്ടപ്പെടുത്തൊന്നുമില്ല. ഇവിടുത്തെ ഏറ്റവും നല്ലത് ഫ്രൂട്ട്സാണ് കേട്ടോ. ഇവിടെ ഫ്രൂട്ട്സ് അടിപൊളി നല്ല ഫ്രഷ് ഫ്രൂട്ട്സ് കിട്ടും. പിന്നെ ഏത് തരം ഫ്രൂട്ട്സിൻ്റെയും ജ്യൂസ് കിട്ടും, അതും ഫ്രഷാണ്. അതാണ് ഇവിടുത്തെ തായ്ലൻഡിലെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് എന്ന് പറയാൻ ഇത് തന്നെയായിരുന്നു, ഫ്രൂട്ട്സ്. അവിടുത്തെ മാംഗോ ഫ്രൂട്ട്സൊക്കെ എന്തോ ടേസ്റ്റാണെന്നറിയാമോ. മധുരം ഇടേണ്ട ആവശ്യമേ ഇല്ല, അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ്. ഞങ്ങൾ കൂടുതലും തായ്ലൻഡിൽ നിന്ന് കൂടുതലും ദിവസവും കഴിച്ചതേ ഈ ഫ്രൂട്ട്സാണ്. അത്രയ്ക്കും ടേസ്റ്റാണ്. അവിടെ നല്ല ഫ്രഷ് ഫ്രൂട്ട്സും വെജിറ്റബിൾസും കിട്ടും. ഇതിനകത്ത് എല്ലാം ഉൾക്കൊള്ളിക്കാൻ പറ്റിയില്ല. അപ്പം ഞാൻ അടുത്ത വ്ളോഗായിട്ട് ഇതിൻ്റെ ബാലൻസായിട്ട് ചെയ്യാം.
ഹായ് ഹലോ. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ കണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇത് ഞാൻ എല്ലാം ആഡ് ചെയ്തിട്ടില്ല ഈ വീഡിയോസ്, കാരണം ഇത് എല്ലാം കൂടെ ആഡ് ചെയ്ത വലിയൊരു വീഡിയോ ആവും. അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ സെക്കൻഡും തേർഡും ആയിട്ട് ഞാൻ ഉടനെ തന്നെ ഇടുന്നതായിരിക്കും. പിന്നെ ഞാൻ തായ്ലൻഡിൽ പോയതിനെ പറ്റിയൊന്നും നിങ്ങളോട് പറഞ്ഞില്ലല്ലോ. ഞങ്ങൾ സദ്യത്തിൽ തായ്ലൻഡിൽ പോയത് 1 വീക്ക് ട്രിപ്പായിട്ടായിരുന്നു. ഫസ്റ്റ് ഡേ പട്ടായ, സെക്കൻഡ് ഡേ ബാങ്കോക്ക്, തേർഡ് ഫുക്കറ്റ്. അങ്ങനെ 3 ദിവസം 3 പ്ലേസ് ആയിട്ടായിരുന്നു ഞങ്ങൾ ട്രിപ്പ് പ്ലാൻ ചെയ്തിരുന്നത്. ഫസ്റ്റ് ഞങ്ങൾ പോയിരുന്നത് പട്ടായയിലായിരുന്നു. പട്ടായയിൽ 2 ഡേയ്സ് ഉണ്ടായിരുന്നു. സെയിം അതുപോലെ തന്നെ ബാങ്കോക്ക്, ഫുക്കറ്റ്. എനിക്കിതിൽ 3ലും ഇഷ്ടപ്പെട്ടത് പട്ടായയാണ്. പട്ടായയിലാണ് ഞങ്ങൾ കൂടുതൽ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്തത്. മേ ബി അതുകൊണ്ടാവാം ഇഷ്ടപ്പെട്ടത്. എനിക്ക് മാത്രമല്ല കേട്ടോ, എൻ്റെ ഫാമിലിക്ക് എല്ലാവർക്കും അതാണ് ഇഷ്ടപ്പെട്ടത്. പിന്നെ ബാങ്കോക്കിനെ പറ്റി പറയുകയാണെങ്കിൽ ബാങ്കോക്ക് സാധാ നമ്മുടെ സിറ്റി പോലൊക്കെ തന്നെ ഉള്ളത്, ഒത്തിരി ഷോപ്പിംഗ് ഒക്കെ ചെയ്യാം, അങ്ങനെയൊക്കെ ഉള്ളത്. ഫുക്കറ്റ് സത്യത്തിൽ ഐലൻഡ് ഒക്കെ ഉണ്ട്, അവിടെ നിന്ന് ഞങ്ങൾക്ക് പോകാൻ പറ്റിയില്ല. അവിടെയൊക്കെ പോയാൽ ചിലപ്പോൾ കുറച്ചുകൂടെ നല്ലതാവാം. കാരണം എനിക്ക് ഫുക്കറ്റ് ആ പ്ലേസ് ഒക്കെ ഇഷ്ടപ്പെട്ടത് സെയിം പട്ടായയുടെ ഒരു അതേ ഫീല് തന്നെയായിരുന്നു എനിക്ക് അവിടെയും ഫീൽ ചെയ്തത്. പക്ഷെ ഓവറോൾ ഫുൾ ട്രിപ്പും സൂപ്പറായിരുന്നു കേട്ടോ, നല്ല രസമായിരുന്നു. ആ 1 വീക്ക് പോയതേ അറിഞ്ഞില്ല. അപ്പം ഇതിനെപ്പറ്റി ഞാൻ കൂടുതൽ പറഞ്ഞു ബോറടിക്കുന്നില്ല. അപ്പം നിങ്ങൾ എൻ്റെ വീഡിയോസ് കാണുമ്പോൾ മനസ്സിലായി കാണുമല്ലോ. അപ്പം എൻ്റെ ബാക്കി വീഡിയോസ് ഞാൻ ഉടനെ തന്നെ ഇതിൽ ആഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതിൻ്റെ കൂടെ ഞാനൊരു കാര്യം കൂടെ പറയാം. ഞാൻ നിങ്ങളുടെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ഞാനിവിടെ ഡാൻസ് സ്കൂൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്നൊക്കെ. അപ്പോൾ അതിൻ്റെ ഇത് ഭാഗമായിട്ട് ഞാനിവിടെ ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, SK അക്കാഡമി 2023. അപ്പം അതാരെങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങളത് കാണണം. അതെൻ്റെ കുട്ടികളുടെ വീഡിയോസാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. അപ്പോൾ അവരെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അത് ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, മാക്സിമം നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യണം. അതിൻ്റെ കൂട്ടത്തിൽ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുവാണ്. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നിടം വരെ ബൈ ബൈ.